നമ്മയെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് ഏവർക്കും റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. കഴിഞ്ഞ ഖുതുബയിൽ നോമ്പുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെയാണ് നോമ്പ് നിർബന്ധമായിട്ടുള്ളത് എന്നുള്ളത് സൂചിപ്പിച്ചു. അതോടൊപ്പം തന്നെ എന്നാണ് നോമ്പ് ആരംഭിക്കുക എന്നുള്ളതും അതിൻ്റെ മാനദണ്ഡം എന്തായിരിക്കണം എന്നുള്ളതും, അതോടൊപ്പം തന്നെ നോമ്പ് നോൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നീയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും, അതേപോലെ തന്നെ നോമ്പ് മുറിഞ്ഞു പോകുന്ന ബാത്തിലാകുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത്. അത് ജീവിതത്തിൽ പകർത്താനുള്ള കൃത്യമായ തൗഫീഖ് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നത്തെ ഒരു ഖുതുബയിലൂടെ ഇൻഷാ അല്ലാഹ് ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട അഹ്കാമു സിയാം അഥവാ നോമ്പിൻ്റെ വിധി വിലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതിലൊന്നാമതായി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ് നോമ്പ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, ഇദാ അഖ്ബലൽ ലൈലു മിൻ ഹാഹുന വഅദ്ബറ അൻ-നഹാറു മിൻ ഹാഹുന വഗാബത്തി ശംസു ഫഖദ് അഫ്തറ അസ്-സായിം. അഥവാ രാത്രി മുന്നിട്ട് വരികയും പകല് പിൻവാങ്ങുകയും സൂര്യൻ അസ്തമിക്കുകയും ചെയ്താൽ നോമ്പുകാരന് നോമ്പ് തുറക്കാം എന്നതാണ്. നമുക്കറിയാം, ബാങ്ക് അൽ അദാൻ എന്ന് പറയുന്നത് ഒരു അറിയിപ്പാണ്. ആ അറിയിപ്പ് ഒരു സ്ഥലത്ത് നിന്ന് കേൾക്കുന്നില്ല, എന്നാൽ നോമ്പ് തുറക്കേണ്ട അസ്തമയത്തിൻ്റെ സമയവും ആയിട്ടുണ്ട് എങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് കേൾക്കാൻ കാത്തിരിക്കുക എന്നുള്ളതല്ല, സമയമായാൽ നോമ്പ് തുറക്കുക എന്നുള്ളതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചെന്ന വിഷയം. അനാവശ്യമായ ഒരു സൂക്ഷ്മത ഈ വിഷയത്തിൽ നമ്മൾ കാണിക്കേണ്ടതില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഒരു 3 മിനിറ്റ് 4 മിനിറ്റൊക്കെ ബാങ്കിൻ്റെ സമയമായിട്ടും കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ഒരു പ്രവണത പോലും നമ്മളൊക്കെയും പോകുന്ന പള്ളികളിൽ ഉണ്ട് എന്നത് ഒരു വസ്തുതയാണ്. റബ്ബ് അവർക്കൊക്കെയും ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, പാപങ്ങൾ പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാങ്കിൻ്റെ സമയമായി കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് തുറക്കുക എന്നുള്ളതാണ്. രണ്ടാമത്, നോമ്പ് തുറക്കുന്ന വിഷയത്തിൽ തന്നെ ഒരു ധൃതി നമ്മൾ കാണിക്കേണ്ടതുണ്ട്. മഹാന്മാരായ സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം അംറു ബിൻ മൈമൂൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരുന്ന ഒരു വിഷയമുണ്ട്. കാന അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റഅൻ നാസി ഇഫ്താറൻ വഅബ്തഅഹും സുഹൂറ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ അഥവാ സ്വഹാബികൾ ജനങ്ങളിൽ ഏറ്റവും വേഗത്തിലാക്കുന്ന ആളുകളായിരുന്നു. എന്തിൻ്റെ വിഷയത്തിൽ? നോമ്പ് തുറക്കാനുള്ള ധൃതിയുടെ വിഷയത്തിൽ. അതോടൊപ്പം തന്നെ അത്തായം പിന്തിക്കുന്ന വിഷയത്തിലും അവരായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അമ്പിയാക്കന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങളിൽ നമുക്ക് പണ്ഡിതന്മാർ എണ്ണിത്തരുന്ന ഒരു വിഷയമുണ്ട്. സലാസുൻ മിൻ അഖ്ലാഖിൽ മുർസലീൻ, അഥവാ അമ്പിയ മുർസലുകളുടെ സ്വഭാവ ഗുണഗണങ്ങളിൽപ്പെട്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തേത് അവരെണ്ണുന്നത് തഅജീലുൽ ഇഫ്താർ എന്നാണ്, അഥവാ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി ധൃതി കാണിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ വതഅഖീറു സുഹൂർ, അത്താഴം കഴിക്കൽ അത് പിന്തിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തേത് സിവാക്ക് ചെയ്യുക എന്നുള്ളത്, ദന്തശുദ്ധീകരണം വരുത്തുക എന്നുള്ളത്. ഈ 3 കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്പിയാക്കന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ട കാര്യങ്ങളായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് എങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട് നമ്മൾ അധിക ആളുകളും അത് പിന്നെ ചെയ്യാം എന്നുള്ളൊരു മൈൻഡാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നമുക്ക് നോറ്റ് കാണിച്ചു തന്നു. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹാബികൾ വളരെ കൃത്യമായി കണ്ട് മനസ്സിലാക്കിയതാണ് പ്രവാചകൻ എത്ര കണ്ട് ആ വിഷയത്തിൽ ധൃതി കാണിച്ചിരുന്നു എന്നുള്ളത്. നമ്മളൊരു 6:32 ബാങ്ക് എങ്കിൽ, ഉദാഹരണം പറയുകയാണ്, 6:32 ബാങ്ക് എങ്കിൽ 6:25 നമ്മൾ അവിടെ സന്നഹിതരായിരിക്കണം. അവിടെ നമ്മുടെ കയ്യിൽ കാരക്കയോ മറ്റോ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒരു ധൃതി ആ വിഷയത്തിൽ കാണിക്കണം. മുഅദ്ദിന് ബാങ്ക് മുഴക്കുന്ന ആ സമയത്ത് തന്നെ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് നമ്മുടെ വായിലേക്ക് അത് എത്തുകയും വേണം. അത്രയൊരു ധൃതി ആ വിഷയത്തിൽ കാണിക്കണം.
രണ്ടാമത് ആ ഒരു വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് മഹാനായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട് തസഹർന മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഖാമ ഇല സ്വലാ. ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അത്താഴം കഴിച്ചു. നോമ്പിൻ്റെ സമയത്താണ് അത്താഴം കഴിച്ചു. സുമ്മ ഖാമ ഇല സ്വലാ, അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാൻ ഞങ്ങൾ നിൽക്കുകയും ചെയ്തു. അങ്ങനെ ആ ഹദീസ് ഉദ്ധരിക്കുന്ന രണ്ടാമത്തെ പരമ്പരയിലെ അദ്ദേഹം സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട് കം കാന ബൈനൽ അദാനി വസ്സുഹൂർ, അഥവാ ഈ ഒരു അത്താഴത്തിൻ്റെയും ഈ നിസ്കാരത്തിൻ്റെയും ഇടയിൽ എത്ര സമയമായിരുന്നു ഉണ്ടായിരുന്നത്? അദ്ദേഹം വളരെ കൃത്യമായി പഠിപ്പിച്ചു തരുന്നു. ഖദ്റു 50 ആയ, 50 ആയത്ത് ഓതുന്ന സമയമേ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത്, നമ്മൾ പൊതുവെ സൂക്ഷ്മത എന്ന നിലക്ക് അത്താഴം കഴിക്കുന്നതിൻ്റെ എന്താ പറയുക ബറക്കത്തും കാര്യങ്ങളൊക്കെ നമുക്ക് അത്താഴം കഴിക്കണം, അതിൽ ബറക്കത്തുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ചില ആളുകൾ ചെയ്യാറുള്ള 4 മണിക്ക് അലാറം വെക്കും. 5:45 ബാങ്ക് കൊടുക്കുന്നത്, 4 മണിക്ക് അലാറം വെച്ചിട്ട് അത്താഴം കഴിക്കും, നീയത്തൊക്കെ റെഡിയാക്കും, ഒക്കെ ശരിയാക്കും, എന്നിട്ട് കിടന്നുറങ്ങും 4:30. അവർക്ക് സുബഹി ഉണ്ടോ? സുബഹി ബാങ്ക് കേൾക്കുന്നുണ്ടോ? വേണ്ട. സുബഹി നിസ്കാരം ഉണ്ടോ എന്ന്? പിന്നെ എന്തിനാണ് നമ്മൾ നോമ്പ് വെക്കുന്നത്? ലഅല്ലക്കും തത്തഖൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് നമ്മളോട് സൂചിപ്പിച്ചത്. നിങ്ങൾ തഖ്വയുള്ളവരായി മാറിയേക്കാം. നിസ്കരിക്കാണ്ട് നമുക്ക് തഖ്വ ഉണ്ടാകുക? യഊദു ബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ, ആമീൻ. അവിടെ നമ്മളൊരു വീഴ്ച പറ്റിയിട്ടുണ്ട്, അത് തിരുത്തണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇൻഷാ അല്ലാഹ് 5:45 ബാങ്ക് കൊടുക്കുന്നത് എങ്കിൽ ഒരു 5 മണി 5:15 ആ സമയത്ത് നമ്മൾ അത്താഴം കഴിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അത്താഴം കഴിച്ച് നമുക്കൊരു ഇസ്തിഗ്ഫാർ ചൊല്ലാനോ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാനോ ഉള്ള ഒരു സമയം, അല്ലെങ്കിൽ ഒരു ഖിറാഅത്ത് നടത്തി ആ ഒരു സമയം കഴിഞ്ഞാൽ പെട്ടെന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കും. അപ്പോൾ ആ ബാങ്ക് കേട്ട ഉടനെ നമ്മൾ പള്ളിയിലേക്ക് പോയി അവിടുന്ന് ജമാഅത്തായി നിസ്കരിച്ച് ഒരു ഹദീസ് ക്ലാസ്സോ ഖുർആൻ ക്ലാസ്സോ കേട്ട് കഴിഞ്ഞാൽ അവിടെ ഭംഗിയായ വിഷയം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. മൂന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോമ്പ് തുറക്കേണ്ടത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഫ്തിറു ഖബ്ല അൻ യുസല്ലി അലാ റുതബാത്തിൻ. നനഞ്ഞ ഒരു ഈത്തപ്പഴം, നനുത്ത ഒരു ഈത്തപ്പഴമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് തുറക്കുന്ന ആ ഒരു സമയം ബിസ്മില്ല ചൊല്ലി കഴിച്ചിരുന്നത് എന്നുള്ളത്. ഫഇല്ലം തകുൻ റുതബാത്തുൻ ഫതമറാത്തുൻ, എന്നാൽ അത്തരത്തിലുള്ള ആ ഒരു ഈത്തപ്പഴം കിട്ടിയിട്ടില്ല എങ്കിൽ ഉണങ്ങിയ തമ്ര് കൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ ഫുതുർ അഥവാ മുറിക്കാറുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഫഇല്ലം തകുൻ തമറാത്തുൻ ഹസവാത്തിൻ മിമ്മാ, ഇനി ഇത്തരത്തിലുള്ള തമ്രും അഥവാ ഉണങ്ങിയ ഈത്തപ്പഴവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ ദാഹം മാറ്റാനുള്ള ഒരല്പം കുടിനീര് കൊണ്ടായിരുന്നു അഥവാ വെള്ളം കുടിച്ചുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിച്ചിരുന്നത് എന്നുള്ളതാണ്. സഹോദരന്മാരെ, അവിടെ വളരെ കൃത്യമാണ് ഈ വിഷയം. ഇന്ന് ശാസ്ത്രീയമായി പല കാര്യങ്ങളും ഡോക്ടേഴ്സും മറ്റുമൊക്കെ ഈ വിഷയത്തിൽ നമുക്ക് അഭിപ്രായം പറഞ്ഞു തരുന്നുണ്ട്. അഥവാ നമ്മൾ ഒരു 6, 7, 8 ഒക്കെ മണിക്കൂർ നമ്മുടെ വയറിങ്ങനെ കാലിയായിട്ട് പിന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ വളരെ തണുത്ത പാനീയങ്ങളും അതേപോലെ തന്നെ എണ്ണക്കടികളൊക്കെ, പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ നോമ്പുറക്ക് അതാണ് ഉണ്ടാകാറുള്ളത്. ഈത്തപ്പഴം ഉണ്ടാവും, അത് സൈഡാണ്. ഈത്തപ്പഴം സൈഡാണ്, വെള്ളവും സൈഡാണ്. അപ്പോൾ കലക്കിയ ജ്യൂസ് കുടിക്കേണ്ടെന്നല്ല. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ ഒരു കാര്യം ചെയ്യുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. റസൂലുള്ള വെറുതെ ഒരു കാര്യം ചെയ്യുമോ? അവിടെ ഫാസ്റ്റിനെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് ഷുഗർ എത്തണം. അതെങ്ങനെയുള്ള ഷുഗർ ആയിരിക്കണം? ഈത്തപ്പഴത്തിനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രീയമായ വിഷയം വരെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ശാസ്ത്രത്തെ മുൻഗണന കൊടുക്കണം എന്നുള്ളതല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ നമുക്കൊരു മാതൃക കാണിച്ചു തന്നു. ആ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ ശാരീരിക പ്രയാസങ്ങളും ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിലൊരു ശ്രദ്ധ നമ്മൾ കാണിക്കണം. നോമ്പ് തുറക്കുന്ന വിഷയത്തിൽ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ നോമ്പ് തുറന്നു അതുപോലെ നമ്മൾ തുറക്കാൻ സന്നദ്ധരാകുന്നു എങ്കിൽ എത്ര കൂലിയാണ് നമുക്കതിലൂടെയൊക്കെ കിട്ടുന്നത്. റബ്ബ് കൂടുതൽ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാലാമത്തേത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോമ്പ് തുറക്കുമ്പോഴുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, ദഹബല്ലമ വബ്തല്ലത്തിൽ ഉറൂഖ് വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. എന്താ അതിൻ്റെ അർത്ഥം? ദഹബല്ലമ, നമ്മൾ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദാഹം ശമിക്കും. അതേപോലെ തന്നെ വബ്തല്ലത്തിൽ ഉറൂഖ്, ഈ വെള്ളം കുടിച്ചതിലൂടെ നമ്മുടെ നാഡീ ഞരമ്പുകളിലൂടെ ഒരു നനവുണ്ടായി. അതേപോലെ തന്നെ വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണ് എങ്കിൽ നമുക്ക് ആ പ്രതിഫലം ഉറപ്പാകുകയും ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് ചൊല്ലാൻ കഴിയാറുണ്ടോ എന്നുള്ളതാണ്. അതിലൊരു ശ്രദ്ധ കാണിക്കണം. നമുക്ക് കാണിക്കണം. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഞ്ചാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്
മറ്റൊരാളെ നോമ്പ് തുറപ്പിക്കുന്ന ഒരു വിഷയം. സഹോദരന്മാരെ, ആ ഒരു നോമ്പിൻ്റെ തുറപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രതിഫലം ഒരാൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒറ്റക്കൊരാൾ നോമ്പ് തുറക്കൂല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സായിമി ഷൈഅ. നമ്മൾ ഒരാളെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ ആ നോമ്പുകാരൻ്റെ അത്ര തന്നെ പുണ്യം അയാളുടെ കൂലിയിൽ നിന്നൊന്നും കുറയാതെ അതുപോലെ നമുക്കും കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിച്ച് നോക്കണം, ഇപ്പോൾ യാത്രക്കാർക്കുള്ള ഇഫ്താർ നമ്മുടെ നാടുകളിൽ നടക്കാറുണ്ട്, ബസ്സിലും ട്രെയിനിലൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. അതിൽ നമ്മുടെ ഒരു വിഹിതം നമ്മൾ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ എത്ര ആൾ നമ്മൾ കാരണം നോമ്പ് തുറന്നു. നമ്മൾ ആലോചിച്ച് നോക്കി, നിയത്ത് ശുദ്ധമാക്കിയിട്ട് നമ്മളത് കൊടുക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറുതാണെങ്കിലും. പള്ളികൾ നോമ്പ് തുറ ഉണ്ടാകും. ഈ പള്ളിയിൽ തന്നെ ആകണമെന്നില്ല, നമ്മുടെ നാടുകളിൽ പള്ളികളുണ്ടല്ലോ, ആ പള്ളികൾ നോമ്പ് തുറയുണ്ടാവുമല്ലോ. അവിടെ നമ്മുടെ ഒരു വിഹിതം എത്തിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടോ ആരെ മുമ്പിലും ഞെളിഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ടോ അല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നമ്മളെക്കുറിച്ച് അവിടെ എഴുതി വെക്കപ്പെടണം. ആ പ്രതിഫലം നമുക്ക് കിട്ടണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു, ഒരു 10 ആൾ ഒരു ദിവസം നോമ്പ് തുറപ്പിച്ചു, 10 ആളുകളുടെ നോമ്പിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടി. നമ്മൾ ഒരാൾ നോമ്പ് നോറ്റു, 11 ആളുടെ കൂലി നമുക്ക് കിട്ടി. ഒരു 100 ആളെ നോമ്പ് തുറപ്പിച്ചാലോ, സുബ്ഹാനല്ലാഹ്, 101 ആളുടെ നോമ്പാണ് നമുക്ക് ഒറ്റ ദിവസം കിട്ടുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചാൽ അങ്ങനെ ആവട്ടെ, ആമീൻ. അതുകൊണ്ട് ഒരാളെയാണോ നമുക്ക് നോമ്പ് ഉറപ്പിക്കാൻ കഴിയുക, അത് നമ്മൾ ചെയ്യുക. അതിനുള്ള ഏറ്റവും നല്ല മാതൃകയാണ് മഹാനായ മുത്തബിഉസ് സുന്ന എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ. അദ്ദേഹം ഉമർ അള്ളാഹിൻ്റെ മകനാണ്, മുത്തബിഉസ് സുന്ന എന്നറിയപ്പെടുന്ന സ്വഹാബിയാണ്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടന്ന അത്രയും നല്ല ഒരു സ്വഹാബിയാണ്. അദ്ദേഹം ഒരു ദരിദ്രനോടൊപ്പമല്ലാതെ നോമ്പ് തുറന്നിട്ടില്ല എന്നുള്ളതാണ്. ആരെങ്കിലും കൂട്ടും, എന്നിട്ട് 2 ആളെ കൂട്ടാൻ കഴിയുമെങ്കിൽ അവരെ കൂട്ടിയിട്ടായിരുന്നു അദ്ദേഹം നോമ്പ് തുറക്കാറുണ്ടായിരുന്നതല്ല. ഇനി വല്ലവരും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഭക്ഷണം ചോദിച്ച് വന്നു കഴിഞ്ഞാൽ താൻ കഴിക്കാൻ വെച്ച തൻ്റെ മുമ്പിലുള്ള ആ വിഭവങ്ങൾ അവർക്ക് നൽകിയിട്ട് വീട്ടിലേക്ക് പോകും. വീട്ടിലെത്തിയാൽ അറിയാം, വീട്ടിൽ അവരൊക്കെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അദ്ദേഹം പട്ടിണി കിടക്കുക. ആ വിഷയത്തിൽ അത്രയും ഒരു ശ്രദ്ധ അവരൊക്കെയും കാണിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ നോമ്പ് തുറക്കാതെ മറ്റുള്ള ആൾ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ അതിലൊരു ചെറിയൊരു ശ്രദ്ധ. നമ്മളെ കയ്യിലൊരു കുപ്പി വെള്ളമേ ഉള്ളൂ, അതിലൊരു കുറച്ച് വെള്ളം മറ്റൊരാൾക്ക് കൊടുക്കുക. നമുക്കൊന്നും കുറയുന്നില്ലല്ലോ, ഒക്കെ കൂടുതലല്ലേ. റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇതൊക്കെയും നമ്മൾ ചെയ്യേണ്ടത് രഹസ്യമായിട്ടായിരിക്കണം. നമ്മൾ പൊതുവേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക എങ്ങനെയാണ്? 4 ആൾ കണ്ടിട്ടാണ്. ചീത്ത കാര്യങ്ങൾ ചെയ്യേ ആരും കാണാതെയാണ്. നേരെ തിരിച്ചാണ് വേണ്ടത്. എന്ന് വെച്ചാൽ എല്ലാവരും മുമ്പിൽ തോന്നിയാസം ചെയ്യാന്നുള്ളതല്ല. എല്ലാവരും മുമ്പിൽ തോന്നിയാസം ചെയ്യാൻ നമുക്ക് സ്വാഭാവികമായിട്ടും മടി ഉണ്ടാവും. അപ്പോൾ നമ്മളെന്താ ചെയ്യുക? ഹറാമ് ചെയ്യാതിരിക്കും. നല്ല കാര്യങ്ങൾ ആരും കാണാതെ ചെയ്താൽ എന്താ നമുക്കുള്ള ഗുണം? എന്താ? നമ്മൾ മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടും എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം സ്വഹാബികളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വേഷം മാറിയിട്ട് വരുന്നുണ്ട് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്ന് വെച്ചാൽ? നമ്മൾ കേട്ടിട്ടുണ്ടാവും, യുഹിബ്ബുൽ മുഹ്സിനീൻ വഹുവ മുഹ്സിനുൻ എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ പല തരത്തിലുള്ള പദപ്രയോഗങ്ങളുണ്ട്. അപ്പോൾ എന്താണ് ഈ ഇഹ്സാൻ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, നീ അള്ളാഹനെ കാണുന്നുണ്ട് എന്ന പോലെ നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് ഇഹ്സാൻ. ഫഇല്ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന ഒരു വിശ്വാസത്തോടു കൂടി, ആ ഒരു ബോധ്യത്തോടു കൂടി, ആ ഒരു ഉറപ്പോടു കൂടി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ മുന്നേറുന്ന സമയത്ത് പരമാവധി ആരും അറിയാതെ നന്മകൾ ചെയ്യാനുള്ള ഒരു ത്വര നമുക്കുണ്ടായിരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അപാകതകളും ഗഫൂറായ റബ്ബ് പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇന്നൽ ഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്, അല്ലാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് രണ്ടാമതൊരു വട്ടം കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നോമ്പുമായി ബന്ധപ്പെട്ട 5 വിഷയങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ജീവിതത്തിൽ പകർത്താനുള്ള
കൃത്യമായ തൗഫീക്ക് റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് തറാവീഹ് നിസ്കാരത്തിൻ്റെ വിഷയം. നമുക്കറിയാം, തറാവീഹ് നിസ്കാരം എന്ന് പറയുന്നത് രാത്രി നിസ്കാരത്തിൻ്റെ മറ്റൊരു പേരാണ്. ഖിയാമുൽ ലൈൽ, തഹജ്ജുദ് തുടങ്ങിയ പേരുകളിലും ഇത് അറിയപ്പെടാറുണ്ട്. റമളാനിൽ മാത്രമുള്ള ഒരു നിസ്കാരമല്ല തറാവീഹ്. എങ്കിലും റമളാനിൽ ചില പ്രത്യേകതകൾ രാത്രിയുടെ നിസ്കാരത്തിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൻ ഖാമ, ആരെങ്കിലും നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാ? ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടി നമ്മൾ നിസ്കരിക്കണം. ഇഹ്തിസാബും നമുക്ക് വേണം. ആരെങ്കിലും കാണണം എന്ന് വിചാരിച്ചിട്ടല്ല. ആരെങ്കിലും കാണുമോ നമ്മൾ നിസ്കാരം ഒഴിവാക്കിയാൽ അത് വിചാരിച്ചിട്ടുമല്ല. നമ്മുടെ ഈമാൻ വളരെ ശുദ്ധമായിരിക്കണം. അള്ളാഹ്ക്ക് വേണ്ടിയാണ് നിസ്കാരം. പിന്നെ ഇഹ്തിസാബ് ഉണ്ടാകണം എന്ന് പറഞ്ഞു. നമ്മൾ വെറുതെ അല്ല നിസ്കരിക്കുന്നത്. നമ്മൾ ആ ഉറക്കമൊക്കെ ഒഴിവാക്കി വളരെ ക്ഷീണിച്ച് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഒരു 1.5 മണിക്കൂറൊക്കെ നിന്ന് നിസ്കരിച്ച് കാലും മേലൊക്കെ കടഞ്ഞ് ഒരു കോലത്തിൽ നമ്മളെ വീട്ടിലേക്ക് കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്കവിടെ ചില കാര്യങ്ങൾ കിട്ടേണ്ടതുണ്ട്. അതെന്താണ്? ഹിസാബ്. നമുക്ക് കൂലി കിട്ടണം, പ്രതിഫലം കിട്ടണം. ആ ഇഹ്തിസാബ് നമുക്ക് വേണം. ഒരു റക്കാത്താണ്, ഒരു വിത്തറാണ് നമ്മൾ നിസ്കരിക്കുന്നത് എങ്കിലും ആ വിത്തർ നിസ്കരിക്കുന്ന സമയത്ത് കൃത്യമായി പടച്ചോൻ എനിക്കിതിന് കൂലി തരണം എന്ന ഒരു ഉദ്ദേശശുദ്ധി നമുക്ക് വേണം. എങ്കിൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നമ്മുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു തരും എന്ന് ആ ഒരു ഹദീസിൽ നമുക്ക് വളരെ കൃത്യമായി കാണാൻ സാധിക്കും. മാത്രവുമല്ല, ഒരു ഫർള് നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ നിസ്കാരം കൂടിയാണ് സ്വലാത്തുൽ ലൈൽ അഥവാ രാത്രിയുടെ നിസ്കാരം എന്ന് പറയുന്നത്. ഇനി എത്ര നിസ്കരിക്കണം എന്ന വിഷയത്തിൽ പൊതുവെ നമ്മുടെ നാട്ടിൽ ഏത് വിഷയത്തെയും പോലെ അഭിപ്രായ ഭിന്നതകളും വ്യത്യാസങ്ങളും വരാറുണ്ട്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നമുക്ക് ഏതെങ്കിലും ദീനീപരമായ വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമോ ഒരു സംശയമോ അല്ലെങ്കിൽ ഒരു ഭിന്നതയോ വന്നു കഴിഞ്ഞാൽ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, അള്ളാഹുവിലേക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും മടക്കാനാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിൻ്റെ കൽപ്പന. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിലും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിലും ഉദ്ധരിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസാണ്. മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസീദു ഫീ റമദാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. റമളാനിലോ അല്ലാത്തപ്പോഴോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 11 റക്അത്തിലധികം രാത്രി നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. അവിടെ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നില്ല. ഹദീസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളങ്ങ് ജീവിതത്തിലേക്ക് പകർത്താന്നല്ല. ഇനി എൻ്റെ ഉപ്പ അങ്ങനല്ലല്ലോ കാണിച്ചു തന്നത്, ഉപ്പാപ്പ അങ്ങനല്ലല്ലോ പറഞ്ഞു തന്നത്, അവിടുന്ന് അങ്ങനല്ലല്ലോ കേട്ടത്, അതല്ലല്ലോ ദീന്. അവർ പഠിപ്പിക്കുന്ന ഒന്നും ദീനല്ല എന്നുള്ളതല്ല. ദീനിനെതിരായിട്ടുള്ള ഒരു കാര്യം സ്വന്തം ഉപ്പ പറഞ്ഞാൽ പോലും ഉപ്പയോടുള്ള ആദരവ് കൊണ്ട് നമ്മൾ ബഹുമാന പുരസ്സരം അത് നിരസിക്കുകയാണ് ചെയ്യേണ്ടത്. മാത്രമല്ല, ഉപ്പാനോട് ദേവത്ത് നടത്താനുള്ള മറ്റൊരു മേഖല കൂടിയാണത്. ഉപ്പ നമ്മളോടൊരു കാര്യം ഇസ്ലാമിൽ ഇല്ലാത്തൊരു വിഷയം പഠിപ്പിച്ചു തരുമ്പോൾ ഉപ്പാനോട് തിരിച്ച് പഠിപ്പിച്ചു കൊടുക്കാമല്ലോ. മാന്യതയോടുകൂടി അവിടെ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, രണ്ട് റക്അത്തുകളായിട്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം രാത്രി നിസ്കരിച്ചിട്ടുണ്ടായിരുന്നത്. ഫഇദാ ഖശിയ അഹദുകുമുസ് സുബ്ഹ്, ഇനി നമ്മളിങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തറാവീഹ് വിഷയം ഉണ്ടാവില്ല, ഖിയാമുൽ ലൈൽ അല്ലെങ്കിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന സമയത്ത് ഏകദേശം സുബഹിന്റെ സമയമായി എന്നൊരാൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ സ്വല്ലാ റക്അത്തൻ വാഹിദ, ഒരു റക്അത്ത് നിസ്കരിക്കുക. എന്താണ് ആ ഒരു റക്അത്ത്? തൂത്തിറു ലഹു മാ ഖദ് സ്വല്ലാ, അത് വിത്റായിട്ട് പരിഗണിക്കപ്പെടും എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചിരുന്നുണ്ട്. ഖുർആനിൻ്റെ മാസമാണ് എന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കലാമുമായി നമുക്കെന്ത് ബന്ധമാണ് റമദാനിൽ ഉണ്ടായിരിക്കേണ്ടത്? മഹാനായ ഇമാം സുഹ്രി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, റമദാൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ പാരായണത്തിൻ്റെയും ഭക്ഷണം നൽകുന്നതിൻ്റെയും മാസമാണ് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആൻ ഒരു തവണയെങ്കിലും പരിപൂർണമായി സൂറത്തുൽ ഫാത്തിഹയിൽ നിന്ന് തുടങ്ങി സൂറത്തുൽ നാസ് വരെ ഓതി തീർക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ റമദാൻ മാസത്തിൽ, വിശുദ്ധ ഖുർആന്റെ മാസമായ റമദാൻ മാസത്തിൽ നമുക്ക് ഇങ്ങനെ ഖുർആൻ ഓതാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എപ്പോൾ നമ്മൾ ഖുർആൻ ഓതാം?
അള്ളാഹ് കാക്കട്ടെ, ആമീൻ. അത്ര വലിയ അശ്രദ്ധയിലും ഒരു തിരക്കിലുമാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് വളരെ കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. അൽ ഖുർആനു ഷാഫിഉൻ മുശഫ്ഫഉൻ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖുർആന് പരലോകത്ത് ശുപാർശക്ക് അനുവാദം നൽകും. വഹാമിലുൻ വമാഹിലുൻ മുസദ്ദഖുൻ. അത് ശുപാർശ ചെയ്യും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്, മൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്ന. ആ പരിശുദ്ധ ഖുർആനിനെ ആര് മുമ്പിൽ വെച്ചുവോ അവനെ വിശുദ്ധ ഖുർആൻ സ്വർഗത്തിലേക്ക് നയിക്കും. അതേപോലെ തന്നെ വമൻ ജഅലഹു ഖൽഫഹു. ഇനി ആരെങ്കിലും പരിശുദ്ധ ഖുർആനിനെ പരിഗണിക്കാതെ പിന്നിലേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട് എങ്കിൽ സാഖഹു ഇലന്നാർ. നരകത്തിലേക്ക് ആ ഖുർആൻ നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിന് പരിഗണന കൊടുക്കേണ്ട രൂപത്തിൽ പരിഗണിക്കാൻ നമുക്ക് സാധിക്കാറുള്ളത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി നമുക്കറിയാം, സ്വാഹിബുൽ മുവത്ത. ഇമാം മാലിക്കിൻ്റെ മുവത്ത വളരെ പ്രസിദ്ധമാണല്ലോ. അദ്ദേഹം റമദാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഹദീസ് ക്ലാസ്സുകളും വിജ്ഞാന സദസ്സുകളും എല്ലാം നിർത്തിവെച്ച് മുസ്ഹഫ് എടുത്ത് വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ മുഴുകുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി, നമ്മൾ ഏതൊരു ആയത്തിൻ്റെ തഫ്സീർ വായിക്കുമ്പോഴും ഖാല ഖത്താദ റഹിമഹുല്ല, ഇമാം ഖത്താദ റഹിമഹുല്ല പറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ കേൾക്കാറുമുണ്ട്, വായിക്കാറുമുണ്ട്. ആ ഖത്താദ റഹിമഹുല്ല പറയാണ്, അദ്ദേഹം 7 ദിവസത്തിൽ വിശുദ്ധ ഖുർആൻ ഖതമ് തീർക്കാറുണ്ട് റമദാൻ അല്ലാത്ത സമയങ്ങളിൽ. എന്നാൽ റമദാൻ വന്നു കഴിഞ്ഞാൽ 3 ദിവസത്തിൽ ഒരിക്കൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അദ്ദേഹം എന്ത് ചെയ്യും? മുഴുവനായും പാരായണം ചെയ്തു തീർക്കും. അവസാനത്തെ 10 വന്നാൽ അവസാനത്തെ 10 ഓരോ രാത്രിയിലും അദ്ദേഹം മുഴുവനായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് തീർക്കാറുണ്ടായിരുന്നു എന്നുള്ളത്. നമ്മുടെ മുൻഗാമികൾ നമ്മുടെ മുമ്പേ ഇത്തരം മാതൃകകൾ കാണിച്ച് സ്വർഗത്തിലേക്ക് നടന്നുപോയി. അള്ളാഹു അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പിൻഗാമികളായ നമ്മളോ പിന്നിട്ട് നിൽക്കുകയാണ്. നമ്മുടെ പ്രതീക്ഷ എന്താ? അത് അള്ളാഹ് അങ്ങ് സ്വർഗം തരും. അങ്ങനെ വിശ്വാസം വേണ്ടെന്നല്ല, അതിൻ്റെ ഒപ്പം തന്നെ അമലും നമ്മുടെ കൂടെ വേണം. ഒരാൾ ബീഡി വലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക, അള്ളാഹുവേ എൻ്റെ ക്യാൻസർ മാറ്റിത്തരണേ എന്നതുപോലെ, അല്ലെങ്കിൽ കോഴിക്കോടേക്കുള്ള പോകേണ്ടതിന് പകരം വടകരേക്കുള്ള ബസ് കയറിയിട്ട് റബ്ബേ എന്നെ കോഴിക്കോട് എത്തിക്കണേ എന്ന് പറയുന്നത് പോലെ അത്ര ഒരു മൗഢ്യരായി നമ്മൾ മാറരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിൽ റജ, പ്രതീക്ഷ അർപ്പിക്കുക എന്നുള്ള ഒരു മാതൃകയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നമുക്ക് എല്ലാ വിഷയത്തിലും ഉദാത്തമായ മാതൃക, റോൾ മോഡൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂല് ചെയ്തോ നമ്മൾ ചെയ്യും, റസൂല് ചെയ്തില്ലേ നമ്മൾ ഒഴിവാക്കും. റസൂല് ചെയ്യരുത് എന്ന് പറഞ്ഞോ നമ്മളും ചെയ്യരുത് എന്ന് പറയുകയും നമ്മൾ ചെയ്യാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ജീവിതത്തിൽ പകർത്താനുള്ള മഹത്തായ തൗഫീക്ക് റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറഞ്ഞ വിഷയങ്ങളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അപാകതകളോ ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഗഫൂറായ റബ്ബ് അതെല്ലാം പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഈ വിഷയങ്ങളിൽ പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഗഫൂറായ റബ്ബ് അതെല്ലാം പുറത്തു മാപ്പാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വരുന്ന ഒരു റമദാൻ, ആ റമദാനിൻ്റെ കൃത്യമായ രൂപത്തിൽ തന്നെ പ്രയോഗവൽക്കരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനുമായി കൂടുതൽ അടുക്കാനും അത് മുഖേന അള്ളാഹുവിലേക്ക് കൂടുതൽ അടുപ്പം സാധിക്കാനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാൻ കഴിയുന്നതോടുകൂടി മുഴുവൻ പാവങ്ങളും പൊറുക്കപ്പെടാനുള്ള അത്രയും നല്ല ഒരു ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാനും അത് സ്വീകരിക്കാനും റബ്ബ് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.